ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട്? പെരുന്നാളെല്ലാം ഉഷാറായിട്ട് കഴിഞ്ഞു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ 2-3 ദിവസം നല്ല തിരക്കായിരുന്നു. ഫാമിലി ഗാദറിങ്ങും എന്താ പറയുക, വീട്ടിൽ ഗസ്റ്റ് വരുത്തും പുറത്ത് പോക്കും എല്ലാം ആയിട്ട് 3 ദിവസം നല്ല തിരക്കായിരുന്നു. അപ്പോൾ കിട്ടിയ കുറച്ച് വീഡിയോസ് നിങ്ങളായിട്ടുള്ള ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫുള്ളായിട്ടൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിട്ടില്ല. ഇതിപ്പോൾ പെരുന്നാളിൻ്റെ തലേന്ന് കുറച്ച് ക്ലീനിങ് എല്ലാം ഉണ്ടായിരുന്നു. വാക്വം വെക്കലും പെറ്റെല്ലാം ഉള്ളതുകൊണ്ട് കുറച്ച് അതിൻ്റെ മുടിയെല്ലാം ഉണ്ടാവുമല്ലോ, അപ്പോൾ ഇടയ്ക്കിടെ ഞാൻ ഒന്നരാടെങ്കിലും വാക്വം വെച്ച് ക്ലീൻ ആക്കലുണ്ട്. പിന്നെ ഇതാ പുതിയ കംഫർട്ടെല്ലാം വാങ്ങിച്ച് ഇനി അതെല്ലാം വിരിക്കൽ, റൂം സെറ്റ് ചെയ്യൽ, അങ്ങനത്തെ കുറച്ച് പണിയെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ തലേന്ന് ഇതാ ഉച്ചക്കെല്ലാം ഫുൾ ആ പണി തീർക്കലായിരുന്നു. റൂമെല്ലാം ഒരുക്കി ക്ലീൻ ആക്കൽ, ബെഡ്ഷീറ്റ് വിരിക്കൽ, അങ്ങനത്തെ പണിയെല്ലാം എന്താ പറയുക ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഞാനങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ കുറച്ചായിട്ട് എന്താ പറയുക, എടുക്കണം എന്നെല്ലാം വിചാരിച്ചിട്ട് ഭയങ്കര മടിയാണ്. പിന്നെ തീരെ ടൈം ഉണ്ടായിരുന്നില്ല, അത്രയ്ക്ക് ബിസിയാണ്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് കോക്കോൻ്റെ ഫുഡെല്ലാം കൊടുത്ത് പിന്നെ ഇത് ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ക്രീമും ഫേസ് വാഷും പിന്നെ കോക്കോന് പെരുന്നാളിന് കോക്കോനിടാനൊരു ഫ്രോക്കും. അപ്പോൾ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് ഓളെ എന്താ പറയുക ഫ്രോക്കെല്ലാം ഇടിപ്പിച്ചതെന്ന്. കുളിപ്പിച്ച് തലേന്ന് കൊണ്ടുപോയിട്ട് അതിൻ്റെ മുടിയെല്ലാം ഒന്ന് ഇങ്ങനെ ഷേവ് ചെയ്യലുണ്ടാവും. അതൊക്കെ കഴിഞ്ഞ് ഇതിപ്പോൾ രാത്രിയായി. എന്താ പറയുക, ചിക്കനും ഫിഷെല്ലാം ഉണ്ടായിരുന്നു ക്ലീൻ ആക്കാൻ. പെരുന്നാളിന് വിചാരിച്ചു ഫിഷ് ബിരിയാണിയും ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാമെന്ന്. പിന്നെ ഗസ്റ്റ് എന്ന് പറയാൻ അങ്ങനെ എൻ്റെ ബ്രോൻ്റെ വൈഫ് ഉണ്ടായിനേനും ജിദ്ദയിൽ നിന്ന് ഓള് വന്നിട്ടുണ്ടായിനേനും. പക്ഷെ ഓളൊന്ന് വന്നപ്പോൾ സത്യം പറയാലോ തിരക്കൊണ്ട് വീഡിയോ ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അമ്മാതിരി തിരക്കേനും ലഞ്ചിൻ്റെ ടൈമെല്ലാം. ഇത് പിന്നെ തലേന്ന് ഫ്രൂട്ട് സലാഡ് ആക്കാമെന്ന് വിചാരിച്ച് രാത്രി. പിന്നെ പിറ്റേന്നൊക്കെ ഗസ്റ്റെല്ലാം വരുമ്പം കൊടുക്കാൻ എന്തെങ്കിലും ഡെസേർട്ട് ഉണ്ടാക്കും. അപ്പോൾ പുഡിങ് ആകുമ്പോൾ എന്തായാലും 2-3 ഡിഷെല്ലാം വേണ്ടി വരും, ഫ്രിഡ്ജിൽ വെക്കാനും സ്ഥലം കാണണം. അപ്പം വിചാരിച്ച് ഫ്രൂട്ട് സലാഡ് ആകുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാവും. പിന്നെ ഫ്രൂട്ട് സലാഡെല്ലാം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നത് തന്നെ, അതുകൊണ്ട് പിന്നെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല. പിന്നെ അതിനെ കട്ട് ചെയ്യാനുള്ള ഫ്രൂട്ട്സ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്യലാണ് ഏറ്റവും മടിയുള്ള കാര്യം. ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അതൊരു ബൗളിലേക്ക് ഇട്ടിട്ട് അതിലൊരു 2-3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടി ഇട്ടിട്ട് മിക്സ് ആക്കാം. എന്നിട്ട് നമ്മളത് നേരത്തെ റെഡിയാക്കി വെച്ച കസ്റ്റേർഡിലേക്ക് ഇട്ടിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഡ്രൈ ഫ്രൂട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ അതിടാം. ഡേറ്റ്സ്, നട്ട്സ്, പിന്നെ ഞാൻ കുറച്ച് കസ്കസും കൂടി ഇട്ടിട്ടുണ്ട്. അതെല്ലാം ഓപ്ഷനാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. അപ്പോൾ ഇത് ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനും ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കുറച്ച് കസ്കസും നട്ട്സും പിന്നെ ഡേറ്റ്സും അതും എല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതിന് ഫ്രിഡ്ജിൽ വെക്കാം. ഇതിപ്പോൾ രാത്രിയാണ്. അങ്ങനെ പിന്നെ ഇസ്തിരി ഇടുന്ന പണി അതിലുണ്ടായിരുന്നു. സൽവാറും ഭർത്തയും എല്ലാം ഒന്ന് ഇസ്തിരി ഇട്ട് വെച്ച് പിന്നെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു നമ്മൾ. അങ്ങനെ പുറത്ത് പോയിട്ട് വന്നപ്പോൾ പിന്നെ ലേറ്റായി. പിന്നെ ടേബിളിൽ കുറച്ച് സ്വീറ്റ്സ് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച്, ചുമ്മാ ഒരു ഭംഗിയൊക്കെ ഇരിക്കട്ടെ. പിന്നെ വന്നപ്പോൾ പിന്നെ നല്ലോണം ലേറ്റായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ബിരിയാണിയെല്ലാം ഇങ്ങനെ എന്താ പറയുക, ഒരു പാതിരാത്രി ഞാൻ ചോറെല്ലാം റെഡിയാക്കി വെച്ച്. പിന്നെ രാവിലെ നമുക്ക് അതിനൊന്നും സമയം ഉണ്ടാവില്ല, പള്ളിയിൽ പോക്കെല്ലായിട്ട്. അങ്ങനെ ബിരിയാണിയെല്ലാം ഒന്ന് ദമ്മിട്ട് പിറ്റേന്ന് രാവിലെ ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ സുബഹി നിസ്കരിച്ച് കുളിയെല്ലാം കഴിഞ്ഞ് നിസ്കരിച്ച് പിന്നെ ചടപട എണീച്ചിട്ട് ഈദ്ഗാഹിലേക്ക് ഒരൊറ്റ ഓട്ടമായിരുന്നു. നിസ്കാരം മിസ്സായി പോകുമെന്നുള്ളൊരു ടെൻഷനായിരുന്നു. പക്ഷെ ഭാഗ്യത്തിന് അൽഹംദുലില്ലാ അവിടെ എത്തുമ്പോഴേക്കും നിസ്കാരം തുടങ്ങിയിട്ടേ ഉള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് ഇറങ്ങാൻ ലേറ്റ് ആയിനു. പിന്നെ നമ്മൾ നേരെ പോയത് എൻ്റെ അനിയത്തിൻ്റെ റൂമിലേക്കായിരുന്നു. അപ്പോൾ ഓളിന്ന് ഉംറയ്ക്ക് പോകുന്നുണ്ടായിരുന്നു പെരുന്നാളിൻ്റെ അന്ന്. അപ്പോൾ രാവിലെ 10:30 ഇറങ്ങും. അങ്ങനെ ഓളെ കണ്ട് അവിടെ യാത്രയെല്ലാം ചോദിച്ചു. പിന്നെ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി വന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്നേനു. അങ്ങനത്തെ ചായയും പൂരിയും കടലയും മസാല ദോശയും അങ്ങനെ എന്തൊക്കെയോ കഴിച്ചു. അപ്പോൾ നന്നായിട്ടൊന്ന് എന്താ പറയുക, നല്ലോണം വിശപ്പുണ്ടായിരുന്നു. ഇതിപ്പോൾ ഉച്ച കഴിഞ്ഞു, വൈകിട്ടായി. ഉച്ചക്കത്തെ വീഡിയോ, ലഞ്ചിൻ്റെ വീഡിയോ, ഗസ്റ്റ് വരുന്ന ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. ഇത് പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ എളാമാൻ്റെ മക്കളും ഫാമിലിയെല്ലാം ഉണ്ടായിരുന്നു. അവരൊക്കെ വന്നിട്ട് എൻ്റെ യൂട്യൂബിൻ്റെ ചാനലിനെ കുറിച്ചെല്ലായിരുന്നു ചർച്ച. എല്ലാവരും എന്നെ കളിയാക്കി കൊല്ലുന്നുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ രാത്രി പുറത്തിറങ്ങി. ലേറ്റ് ആയിരുന്നു ഇറങ്ങാൻ. എല്ലാവരും വന്നു പോയി. അങ്ങനെ ഭയങ്കര തിരക്കിലായിരുന്നു, ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ പുറത്ത് പോയിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് എല്ലാം ഒന്ന് കറങ്ങി. പിന്നെ
ഇതിപ്പോൾ സെക്കൻഡ് ഡേ നമ്മൾ എല്ലാവരും ഫാമിലി എല്ലാവരും കൂടിയിട്ട് പാർക്കിലൊന്ന് എന്താ പറയുക ഒരു ഗ്യാതറിങ് പോലെ ഉണ്ടായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം ഫാമിലി എല്ലാവരും കൂടി ഇങ്ങനെ കൂടുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാവരും വന്ന് കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞ് ഇത് പറക്കലൊന്ന് വിഷ് ചെയ്ത്. പിന്നെ പകലൊന്നും വെളിച്ചമുള്ളപ്പോഴൊന്നും എനിക്ക് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. രാത്രിയായി. അപ്പോൾ കുറച്ചവിടെ മഴയെല്ലാം പെയ്തിട്ടുണ്ടായിനേനും. അപ്പോൾ പെട്ടെന്ന് എനിക്ക് പിന്നെ വീഡിയോൻ്റെ ഓർമ്മ വന്നു. എന്താ പറയുക രാത്രി ഇരുട്ടത്തായതുകൊണ്ടൊന്നും കാണുന്നൊന്നുമില്ല വീഡിയോ. അങ്ങനെ കുറച്ച് വീഡിയോസ് എല്ലാം എടുത്ത് പിന്നെ കൂടുതലൊന്നും എടുക്കാനൊന്നും സമയം ഉണ്ടായിട്ടില്ല. പിന്നെ എല്ലാവരും ഇതാ പാർക്കിൽ നിന്നെല്ലാം ഇറങ്ങി പിന്നെ നെല്ലറയിൽ പോയി നല്ലൊരു ചായ കുടിച്ചു ആദ്യം. പിന്നെ ഇത് രാത്രി ഡിന്നറെല്ലാം കഴിഞ്ഞ് പിന്നെ വീട്ടിലെത്തുമ്പോഴെല്ലാം ലേറ്റ് ആയിനേനും. പിന്നെ പിറ്റേന്ന് തേർഡ് ഡേ നമ്മൾ കൽബയിൽ ഹാങ്ങിങ് ഗാർഡൻ പുതിയ ഓപ്പൺ ആക്കിയിട്ടുള്ള അവിടെ പോയി. അവിടെ പിന്നെ ഭയങ്കര ട്രാഫിക്, നല്ല റഷായിരുന്നു. തിരിച്ചെത്തുമ്പോഴെല്ലാം രാത്രി ലേറ്റ് 2 മണി അങ്ങനെയൊക്കെ ആയിട്ടുണ്ടായിന്. അതുകൊണ്ട് എന്താ പറയുക പിന്നെ ആകെ ടയേർഡായി. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ എൻ്റെ പെരുന്നാളിൻ്റെ വിശേഷങ്ങളെല്ലാം. ഫുൾ തിരക്ക് തന്നെ. നോമ്പെല്ലാം കഴിഞ്ഞ് നോമ്പും പെരുന്നാളും എല്ലാം നോമ്പെല്ലാം കഴിഞ്ഞപ്പോൾ ശരിക്കും ഭയങ്കര സങ്കടമാകുന്നുണ്ട്. അങ്ങനെ എൻ്റെ പെരുന്നാളിൻ്റെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തതെന്ന് മാത്രം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. ഓക്കെ, അസ്സലാമു അലൈക്കും, ബൈ ബൈ.